കുട്ടികളെ നമസ്കാരം. നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് മലയാളത്തിലെ നമ്മളിന്ന് പുതിയ പാഠത്തിലേക്ക് കടക്കാം. ജീവിതം പടർത്തുമീ വേരുകൾ എന്ന യൂണിറ്റിലെ പുതിയ പാഠം അമ്മത്തൊട്ടിൽ എന്നാണ് ആ പാഠത്തിൻ്റെ പേര്. അമ്മത്തൊട്ടിൽ. അമ്മത്തൊട്ടിൽ ഇതൊരു കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്, പ്രോജക്റ്റാണ്. അനാഥരാകുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ സംവിധാനമാണ്. തിരുവനന്തപുരത്താണ് ഇത് ആരംഭിച്ചത്. പിന്നീട് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിച്ചു. എല്ലാ ജില്ലാ ആശുപത്രികളോടും ചേർന്ന് അമ്മത്തൊട്ടിൽ ഇന്ന് വളരെ ശക്തമായ രീതിയിൽ നടക്കുക. ഉപേക്ഷിക്കപ്പെടുന്ന അനാഥരാകുന്ന കുട്ടികൾ, നമുക്കറിയാം, ഈ പത്രങ്ങളിലും മറ്റും വാർത്ത വായിക്കാറുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു തെരുവിൽ, അല്ലെങ്കിൽ പിന്നീട് വലിയ ഓർഫനേജുകളുടെ മുൻപിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പിഞ്ചു കുഞ്ഞിനെ കാണപ്പെട്ടു. അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ ശൈശവാവസ്ഥയിൽ തന്നെ അനാഥരാകപ്പെടുന്ന ഈ ബാല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് കണ്ടറിഞ്ഞാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്. അതാണ് അമ്മത്തൊട്ടിൽ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സംരക്ഷിക്കപ്പെടേണ്ടവരാണ് ശിശുക്കൾ. അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് വൃദ്ധന്മാർ. വാർദ്ധക്യം സംരക്ഷിക്കപ്പെടേണ്ട അവസ്ഥയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളിന്ന് കാണുന്ന എന്താണ്? വൃദ്ധ മാതാപിതാക്കളെ പല സ്ഥലങ്ങളും ഉപേക്ഷിക്കുന്ന മക്കളെയാണ് നമ്മളിന്ന് കാണുന്നത്. ഈ അമേരിക്കൻ സംസ്കാരമുണ്ട്, യൂസ് ആൻഡ് ത്രോ. ഉപയോഗിക്കുക, പിന്നീട് ഉപേക്ഷിക്കുക, എറിഞ്ഞു കളയുക. അവരങ്ങനെയാണ്. അവർ ഈ സാധനങ്ങൾ വാങ്ങുന്നു, സാധനങ്ങൾ അവർ നന്നാക്കി ഉപയോഗിക്കുന്നില്ല. സാധനങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ട് കളയുകയാണ്. ഈ അമേരിക്കയിൽ ഡെട്രോയിറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ കാറുകളുടെ ശവപ്പറമ്പെന്നാണ് പറയുന്നത്. കാറുകളുടെ ശവപ്പറമ്പ് ചില സിനിമകളിലേക്ക് കാണാറ്. ആ കാർ വാങ്ങിക്കുന്നു, ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ നന്നാക്കി ഉപയോഗിക്കും, അവരങ്ങ് ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിക്കുന്ന കാറുകൾ അവിടെ ഈ ആക്രി പോലെ ഇടിച്ച് പതുക്കിയെടുക്കും. അങ്ങനെ യൂസ് ആൻഡ് ത്രോ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലും ഇന്ന് ഉപേക്ഷിക്കപ്പെടുന്നത് വൃദ്ധരായ മാതാപിതാക്കളാണ്. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു കഥ വായിച്ചു. കലാകൗമുദി ആഴ്ചപ്പതിപ്പിലോ മറ്റോ വന്നതാണ് ആ കഥ. ഒരമ്മയും മകനും തീവണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ വൃദ്ധയായ അമ്മ അടുത്തിരുന്ന യാത്രക്കാരോടായി പറയുകയാണ്, മകന് വിദേശ രാജ്യത്തേക്ക് ജോലി കിട്ടി, അവൻ വിദേശ രാജ്യത്തേക്ക് പോകണം, ഭാര്യ ഉൾപ്പെടെ ഭാര്യ കൂട്ടി പോവുകയാണ്. അങ്ങനെ പോകാൻ തീരുമാനിച്ചപ്പോൾ അവൻ തീരുമാനിച്ചു എന്നെയും കൂടി കൊണ്ടുപോകാം. അങ്ങനെ ഞാൻ മകനോടും മരുമകളോടും കൂടി വിദേശയാത്രയ്ക്ക് പുറപ്പെടാൻ, അതിൻ്റെ ആരംഭത്തിന് വേണ്ടിയാണ് ഞാനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നത്. വളരെ ഉത്സാഹവതിയായിട്ടാണ് ആ മാതാവ് കാണപ്പെടുന്നത്. അപ്പോൾ അടുത്തിരിക്കുന്നവർക്ക് വളരെ സന്തോഷമായി യാത്ര തുടരുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ യാത്ര ഇങ്ങനെ കുറേ ദൂരം എത്തിയപ്പോൾ മകനെ കാണാനില്ല. മകനെവിടെ എന്നൊക്കെ അടുത്ത ആൾ അവർ തുറക്കുന്നു. അത് കഴിഞ്ഞാൽ തിരക്കൽ അടുത്തുള്ളവരായി തീർന്നു. അങ്ങനെ തിരക്കലിനിടയിൽ അവസാനം അമ്മയുടെ അടുത്ത് ഒരു ചെറിയ ബാഗ് ഇരിക്കുന്നു. ആ ബാഗിനാന്ന് നോക്കിയപ്പോൾ മകൻ്റെ ഒരു കത്ത്. അമ്മയെ ആരെങ്കിലും ഇന്ന സ്ഥലത്ത് എത്തിച്ചേക്കാം, ആവശ്യമായ പണവും മറ്റും ഈ ബാഗിലുണ്ട്, എങ്ങനെയുണ്ട്? വൃദ്ധയായ അമ്മയെ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു നിസ്സഹായ ജന്മമാണ് ആ മകൻ. അങ്ങനെയുള്ള അത്തരത്തിൽപ്പെട്ട ഒരു നിസ്സഹായനായ ഒരു മകൻ്റെ ചിത്രമാണ്, മകൻ്റെ ധർമ്മസങ്കടമാണ് നമുക്കിന്ന് പഠിക്കാനുള്ള അമ്മത്തൊട്ടിൽ. ഭാര്യയുടെ നിർബന്ധപ്രകാരം അമ്മയെ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു മകൻ്റെ ധർമ്മസങ്കടം. നമ്മൾ ഈ യൂണിറ്റിൽ ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന യൂണിറ്റിൽ നമ്മൾ മുമ്പ് പഠിച്ചത് നിങ്ങളൊന്ന് ഓർത്തു നോക്കാം. ഒന്ന് തകഴിയുടെ പ്ലാവിലെ കഞ്ഞി, രണ്ടാമത്തേത് ഓരോ വെളിയും കഥ. ഈ രണ്ട് പാഠത്തിലും അന്തർലീനമായിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കുക. ഒന്നില്
ആദ്യത്തെ പാഠത്തിൽ മകന് അച്ഛനോടുള്ള, അച്ഛന് മകനോടുള്ള അഗാധമായ സ്നേഹം, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോടുള്ള ആ സ്നേഹം. രണ്ടാമത്തേതിലോ മരിച്ചുപോയ ഭർത്താവിനോടുള്ള ഭാര്യയുടെ അഗാധമായ സ്നേഹം, അമ്മയോടുള്ള മകന്റെ സ്നേഹം. അപ്പൊ ഇതിലെല്ലാം അന്തർലീനമായിരിക്കുന്ന സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്ന വികാരം ലോകത്ത് അത് ഉദാത്തമായ ഒരു വികാരമാണ്. അതുകൊണ്ടാണ് കവികളൊക്കെ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ പാടി പുകഴ്ത്തിയിട്ടുള്ളത്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതും നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഉള്ളൂരിന്റെ സ്നേഹസങ്കല്പമാണ്. ഈ ലോകത്തെ ഒരൊറ്റ മതം മാത്രമേ ഉള്ളൂ, അത് സ്നേഹമാണ്. നമ്മെ പാലമൃതൂട്ടുന്ന, നമ്മളെ നിലാവ് നൽകുന്ന ആ പാർവണ ശശിബിംബമാണ്, ചന്ദ്രബിംബമാണത് എന്ന് പറയുന്ന ഉള്ളൂരിന്റെ വളരെ പ്രസിദ്ധമായ സ്നേഹസങ്കല്പം. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത് വയലാറിന്റെ സ്നേഹസങ്കല്പമാണ്. ഞാൻ സ്നേഹിക്കില്ല, വേദനിക്കുന്ന ആത്മാവിനെ സ്നേഹിക്കാൻ കഴിയാത്ത ഓരോ തത്വശാസ്ത്രത്തെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ലോകത്തുള്ള എല്ലാ തത്വശാസ്ത്രവും പറയുന്നത് സ്നേഹിക്കൂ എന്നാണ്, അല്ലെ? ഇസ്ലാം പറയുന്നു, ക്രിസ്ത്യാനിറ്റി പറയുന്നു, മറ്റേ സനാതനധർമ്മം പറയുന്നു, എല്ലാം പിന്നെ ബുദ്ധിസം പറയുന്നു, ജൈനിസം പറയുന്നു. ഇതൊക്കെ സ്നേഹിക്കാനാണ്. അതുപോലെയാണ് സ്നേഹിക്കാൻ പറയാത്ത ഒരു തത്വശാസ്ത്രത്തിൽ എനിക്ക് സ്നേഹിക്കാനാവില്ല എന്ന് വയലാർ വെട്ടിത്തുറന്നു പറയുക. അങ്ങനെ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ നമ്മുടെ കവികൾ പാടിയിട്ടുണ്ട്. ആ സ്നേഹം, വാത്സല്യം, കരുണ എന്നിങ്ങനെ വിവിധ ഭാവങ്ങളിൽ വികാരങ്ങളിൽ കാണപ്പെടുന്ന സ്നേഹം, ഇതൊക്കെ കാണാറുള്ള ഒന്നിനേ ഉള്ളൂ, അമ്മയിലാണ്, അല്ലെ? അമ്മയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു സിനിമ, അത് അവസാനിക്കുമ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ്: മദർ, ഗോഡ്സ് വണ്ടർഫുൾ ക്രിയേഷൻ. അമ്മ എന്നത് ദൈവത്തിന്റെ അത്ഭുതകരമായ സൃഷ്ടിയാണ്. ശരിയല്ലേ? അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോടിയുണ്ടോ. പഴയ ഒരു സിനിമ ഗാനമാണിത്. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ. അതിനേക്കാൾ ഉദാത്തമായ വളരെ മനോഹരമായ വയലാർ പാടി: അമ്മേ അവിടുത്തെ മുൻപിൽ ഞാനാണ്, ദൈവമാര്. ആറാം നാട് മനുഷ്യനെ തീർത്തത് ദൈവമായിരിക്കാം. ആ ദൈവത്തെ പെറ്റു വളർത്തിയതമ്മയല്ലോ അമ്മ. ആ ദൈവത്തെ മുലപ്പാലൂട്ടിയതമ്മയല്ലോ അമ്മ. കണ്ടോ? ആറാം നാളിൽ മനുഷ്യനെ തീർത്ത ദൈവമായിരിക്കാം, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമായിരിക്കാം. പക്ഷേ ആ ദൈവത്തെ പെറ്റു വളർത്തിയതമ്മയാണ്, ആ ദൈവത്തെ മുലപ്പാലൂട്ടിയതമ്മയാണ് എന്നാണ് വയലാർ പറയുന്നത്. ദൈവത്തിനും അപ്പുറത്താണ് അമ്മയുടെ സ്ഥാനം. അതാണ് വയലാർ പറഞ്ഞ ആ അമ്മ. അപ്പൊ അമ്മ എന്ന ആ ഉദാത്തമായ അനശ്വരമായ ആ ബന്ധം, നമ്മൾ പറയും പൊക്കിൽപ്പൊടി ബന്ധം എന്നൊക്കെ പറയും. ജനിച്ച അല്പനിമിഷങ്ങൾക്ക് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ്, പൊക്കിൽപ്പൊടി മുറിച്ചു കഴിഞ്ഞു. അങ്ങനെ വിച്ഛേദിച്ചാലും ആ അമ്മയും മകനും തമ്മിൽ, അമ്മയും മകളും തമ്മിൽ പറഞ്ഞറിയിക്കാനാവാത്തൊരു വൈകാരികത നിലനിൽക്കുന്നു. അതാണ് സ്നേഹം. മാതൃസ്നേഹം എന്ന് പറയുന്നത് അവിടെയാണ്. മാതാവിന് മക്കളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഉദാത്തമായ ആ സ്നേഹത്തെ മറ്റൊരു ഭാവമാണ് അമ്മത്വത്തിരിക്കുന്നത്. ഇതൊരു ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയാണ്, ഒരു സാമൂഹിക അവസ്ഥയാണ് കവി മറനീക്കി ഈ കവിതയിലൂടെ ചിത്രീകരിക്കുന്നത്. വളരെ വൈകാരികമായ ഒരു സാമൂഹ്യ അവസ്ഥ, വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. റഫീഖ് അഹമ്മദിനെ കുറിച്ച് നമുക്കിനി പറയാം. ഈ അമ്മത്തൊട്ടിൽ എന്ന കവിത എഴുതിയത് റഫീഖ് അഹമ്മദ് എന്ന് പറഞ്ഞ യുവ
കവിയാണ്. പുതിയ തലമുറയിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു യുവ കവിയാണ് റഫീഖ് അഹമ്മദ്. കവിയാണ്, ചലച്ചിത്ര ഗാന രചയിതാവാണ്. ചലച്ചിത്ര ഗാന രചയിതാണ്, സിനിമാ ഗാന രചയിതാണ്. നിങ്ങൾക്കറിയാം, ചെമ്പാവ് പുന്നല്ലിൻ ചോറ് കേട്ടില്ലേ? ആ വളരെ പ്രസിദ്ധമായ ആ സിനിമാ ഗാനം രചിച്ചത് നമ്മുടെ ഈ റഫീഖ് അഹമ്മദ്. അതുപോലെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ കേട്ടിട്ടില്ലേ? ഇത് റഫീഖ് അഹമ്മദിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ ആൾമറ എന്ന് പറയുന്ന കവിതയ്ക്ക്, കവിതാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവകാമി, ഗ്രാമവൃക്ഷത്തിലെ ഒവാൻ, ചീട്ടുകളിക്കാരൻ, തോരാമഴ, ഇങ്ങനെ ഒട്ടേറെ കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വളരെയേറെ സിനിമകൾക്ക്, ഏതാണ്ട് 30-40ഓളം സിനിമകൾക്ക് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. നിരവധി പ്രാവശ്യം മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ്, ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നിരവധി പ്രാവശ്യം മികച്ച ഗാനരചയിതാവിനുള്ള ഏഷ്യാനെറ്റ് അവാർഡ്, പിന്നീട് ഫ്ലവേഴ്സ് അവാർഡ്, ഫസ്റ്റ് ടി വി അവാർഡ് ഒക്കെ ലഭിച്ച ആ അനുഗ്രഹീത എഴുത്തുകാരൻ, ആ അനുഗ്രഹീത എഴുത്തുകാരനെ അനുഗ്രഹീതമായ തൂലികയിൽ നിന്ന് നടന്നു വീണതാണ് അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞ ഈ കവിത. ഞാൻ നിങ്ങളോട് പറഞ്ഞു, വളരെ വൈകാരികത മുറ്റി നിൽക്കുന്ന ഒരു പ്രമേയമാണ്. നമുക്ക് കവിതയിലേക്ക് ഒന്ന് കടക്കാം. പിൻസീറ്റിലെത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ, നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്തു വച്ചിട്ടുണ്ട്. എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല എന്തിനെന്നും, പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങി പഴകിയ പിഞ്ഞാണ വണ്ണമാർ, പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, ആകാശഗോപുരങ്ങൾക്കു താഴത്തവർ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഈ പെരുമാളിന്റെ തൊട്ടടുത്തായിട്ട് ഇറക്കിയാലെന്നോ പെറ്റുകിടക്കും തെരുവ് പെട്ടിക്കെന്തരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. ജില്ലാശുപത്രിക്കരികിലായോ അരികിൽ ഒരേ ഒരു രാത്തട മാത്രം ഉറക്കച്ചടവുമായി 2-3 ആളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്തോരിടം. പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി. പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ട പടി ഓരോന്ന് കയറി ഇതച്ചതും ഇന്നത്തെ സൂര്യപ്രയോഗത്തിൽ നീറ്റ പോലൊന്ന് മനസ്സിലൂടപ്പോ കടന്നുപോയി. അതിങ്ങനെ നീണ്ടുപോകും. അപ്പോ ആ കവിതയിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. പിൻസീറ്റിൽ എത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്ന അമ്മ. ഞാൻ നേരത്തെ പറഞ്ഞു, മകൻ ഭാര്യയുടെ നിർബന്ധപ്രകാരം അമ്മയെ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യനായ നിസ്സഹായനായ ഒരു മകന്റെ ധർമ്മസങ്കടമാണ് ഇതിൽ കണ്ടുവരുന്നത്. ഇതിൽ കാണുന്നത് മകൻ അമ്മയെ കാറിൽ കൊണ്ടുപോവുകയാണ് ഉപേക്ഷിക്കാൻ വേണ്ടി. നമ്മൾ ഇതുപോലൊരു സിനിമ നമ്മൾ കണ്ടതായി ഓർക്കുന്നു. ഭാര്യയുടെ നിർബന്ധപ്രകാരം അമ്മയെ ഉപേക്ഷിക്കാൻ വേണ്ടി മകൻ അമ്മയെ സിനിമാ തിയേറ്ററിൽ ഉപേക്ഷിച്ച് പോകാൻ ശ്രമിക്കുന്നു. സിനിമാ തിയേറ്ററിൽ ഉപേക്ഷിക്കാൻ പറ്റും. ഒടുവിൽ അതിന് കഴിയാതെ അമ്മയും കൊണ്ട് തിരികെ വരികയാണ്. അപ്പോൾ
കറുത്ത ദുർമുഖം കാണിക്കുന്ന ഭാര്യയുടെ കയർത്തുന്നതായ ഒരു സിനിമയുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഞാൻ ഈ പറഞ്ഞ കണക്ക് വർഗത്തെ വലിയ സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. കണ്ടില്ലെന്ന് നടിക്കാനാകാത്ത ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ ഇത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? മാതാപിതാക്കൾ ദൈവത്തിന് തുല്യമാണ്. ഞാൻ പറഞ്ഞു മദർ ഗോഡ്സ് വണ്ടർഫുൾ ക്രിയേഷൻ. ഒരു സിനിമയുടെ അവസാനം ഞാൻ കണ്ട ഒരു ക്യാപ്ഷനാണ്, ദൈവത്തിന്റെ അത്ഭുതകരമായ സൃഷ്ടിയാണ് അമ്മ. അമ്മയെ നിന്നെ അടുത്ത മുമ്പിൽ ഞാനാര് ദൈവമാര് എന്ന് വയലാർ പാടിയ, അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ എന്ന് പാടിയ ആ അമ്മയെയും അങ്ങനെയുള്ള അച്ഛന്മാരെയും ഉപേക്ഷിക്കുന്നു, അമ്പല പരിസരത്ത് ഉപേക്ഷിക്കുന്നു, ആൾത്തിരക്കിൽ കൊണ്ട് തള്ളിയിട്ട് പോകുന്നു, കാറിൽ ഇരുത്തിയിട്ട് അമ്മയെ മാത്രം കാറിൽ ഇരുത്തിയിട്ട് സിനിമ കാണാൻ പോകുന്ന മകനും ഭാര്യയും. അങ്ങനെ എത്രയോ കാഴ്ചകൾ, എത്രയോ വാർത്തകൾ നമ്മൾ ദൈനംദിനം കേട്ടു വരുന്നു. അപ്പൊ ഇതിലൊക്കെ അന്തർലീനമായിരിക്കുന്നത് എന്താണ്? അമ്മ അല്ലെങ്കിൽ വൃദ്ധജനങ്ങൾ ഇന്ന് ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുക. അതുകൊണ്ടാണല്ലോ ഇന്ന് വൃദ്ധസദനങ്ങൾ പെരുകുന്നത്. സമൂഹത്തിൽ വൃദ്ധസദനങ്ങൾ പെരുകുന്നത് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ ഈ യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞ അതുപോലെ ഈ അണുകുടുംബങ്ങൾ വർദ്ധിക്കുമ്പോൾ അവിടെ സ്നേഹം പങ്കുവയ്ക്കപ്പെടുന്നില്ല. സ്നേഹമെന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കപ്പെടേണ്ടതാണ്. പഴയ കാലത്ത് ഈ വിശാലമായ കുടുംബമാകുമ്പോൾ അവിടെ അംഗങ്ങളുണ്ട്, പരസ്പരം സ്നേഹം പങ്കുവയ്ക്കാൻ, പരസ്പരം ദുഃഖങ്ങൾ പങ്കുവയ്ക്കാം. ഇന്നതൊന്നില്ല. പണ്ട് ഒരു കഥാപാത്രം പറഞ്ഞതുപോലെ, എൻ്റെ ഭാര്യ, എൻ്റെ കാറ്, എൻ്റെ ഫ്രിഡ്ജ്, ആ ഒരു തരത്തിലുള്ള ആ ഒരു എന്താന്ന് പറഞ്ഞാൽ അകത്തേക്ക് മനുഷ്യനകത്ത് ഉൾവലിയുകയാണ്. മനുഷ്യൻ ഉൾവലിയാണ്. അവന് സ്വാർത്ഥതയാണ്. ഇന്ന് മനുഷ്യന്റെ മുഖ്യ വിഷയം സ്വാർത്ഥതയാണ്. അവന്റെ മാത്രം കാര്യം. ആ അവന്റെ മാത്രം കാര്യം എന്ന് പറയുന്നതിലേക്ക് അവൻ്റേത് എന്ന് പറയുന്നിടത്ത് അവന്റെ അമ്മ അവിടെ ഇല്ല, ആ പിക്ചറിൽ അമ്മയില്ല. അവന്റെ അച്ഛൻ ആ പിക്ചറിലില്ല. അവർ മാറുക. അവന് വേണ്ടി ജീവിതം ഹോമിച്ച, അവനുവേണ്ടി യൗവനം ഉപേക്ഷിച്ച, അവനുവേണ്ടി ജീവിതം, അവനുവേണ്ടി സുഖങ്ങൾ ഉപേക്ഷിച്ച മക്കൾക്ക് വേണ്ടി സുഖങ്ങൾ ഉപേക്ഷിക്കുന്നവരാണ്. മക്കൾക്ക് വേണ്ടി യൗവനത്തെ പോലും ഉപേക്ഷിക്കുന്നവരാണ്. വേണ്ടത് വെച്ച് വയ്ക്കുന്നവരാണ് മാതാപിതാക്കൾ. അങ്ങനെയുള്ള മാതാപിതാക്കളാണ് ഇന്ന് അമ്പലപ്പറമ്പിൽ ഉപേക്ഷിക്കപ്പെടുന്നത്, ആൾക്കൂട്ടത്തിനിടയിൽ ഉപേക്ഷിക്കപ്പെടുന്നു, സിനിമാ തിയേറ്ററുകളിൽ ഉപേക്ഷിക്കപ്പെടുന്നു, റെയിൽവേ സ്റ്റേഷനുകളിലും തീവണ്ടികളിലും ബസ്സുകളിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ആ സാമൂഹിക യാഥാർത്ഥ്യം, അതിനെതിരെ ഉള്ള ഒരു കൈചൂണ്ടലാണ്, ഒരു വിരൽ ചൂണ്ടലാണ് റഫീഖ് അഹമ്മദിന്റെ ഈ കവിത. ഇത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ മകൻ അമ്മയെ കൊണ്ടുപോവുകയാണ്. പിൻസീറ്റിൽ എത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നു. അതെ, പിൻസീറ്റിൽ എത്രമാത്രം നേരെ ഇരുത്തിയിട്ടും മകൻ അമ്മയെ തൻ്റെ വാഹനത്തിന്റെ പിൻസീറ്റിൽ, കാറിന്റെ പിൻസീറ്റിൽ കൊണ്ട് ചെന്നിരുത്തിയിട്ട് എന്നിട്ടും അമ്മ ഒരു വശം ചെരിഞ്ഞ്, ഒരു ഭാഗം ചെരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നോക്ക്, ആ തൻ്റെ വാഹനത്തിന്റെ പിൻസീറ്റിലാണ് അമ്മയെ ഇരുത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് ആലോചിക്കാം, വാഹനത്തിന്റെ മാത്രമാണോ? ജീവിതത്തിൽ നിന്ന് തന്നെ അവന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തേക്ക് അമ്മ മാറ്റപ്പെട്ടു കഴിഞ്ഞു. അവന്റെ ജീവിതം, അവന് ഭാര്യയായി, അവൻ കുടുംബമായി കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിന്റെ മുൻവശത്തല്ല, പിൻവശത്തേക്കാക്കി, ആ പിൻവാതിലേക്ക്, പിൻ സീറ്റിലേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഏതൊരു സിനിമയിൽ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്, മകനെ കഷ്ടപ്പെട്ട് വളർത്തി ഒടുവിൽ മകന് വിവാഹം കഴിച്ചപ്പോൾ ആ മകന്റെ അച്ഛനും അമ്മയ്ക്കും മുന്നിരിക്കാൻ കഴിയുന്നില്ല, TV കാണാൻ കഴിയുന്നില്ല, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ അവൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ ഓരം ചെരിഞ്ഞിരുന്നു. പിന്നെയോ, നീരറ്റു വറ്റി വരേണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അവിടെയുണ്ട്, നീരറ്റു വറ്റി വരേണ്ട കൈച്ചുള്ളികൾ, നീര് തെറ്റ, എന്താണ് ചോരയും നീരും നഷ്ടപ്പെട്ട
ചോരയും നീരും എല്ലാം നഷ്ടപ്പെട്ട് വെറും ചുള്ളി പോലെ ആയിത്തീർന്ന, ഉണങ്ങി വരണ്ട അല്ലെ, ഉണങ്ങി വരണ്ട് ചുള്ളി പോലെ ആയിത്തീർന്ന ആ കൈകൾ ഇങ്ങനെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് തന്നെ അറിയാം താനിപ്പോൾ ഒരു ഉപേക്ഷിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് അവർ തന്നെ സ്വയം അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിലായല്ലേ? അവർ തന്നെ സ്വയം സംരക്ഷിക്കാനുള്ള ശ്രമത്തിനുള്ള ഭാഗമായിട്ടാണ് അവർ ആ കൈകൾ, അതായത് ഉപയോഗശൂന്യമായി തീർന്ന വെറും ചുള്ളി പോലെയായി തീർന്ന, ചോരയും നീരും പറ്റിയ, നീരറ്റ് വറ്റി വരണ്ട, നീര് നഷ്ടപ്പെട്ട, ചോരയും നീരും നഷ്ടപ്പെട്ട് വറ്റി വരണ്ട ചുള്ളി പോലെയായിരുന്ന, ചുള്ളിക്കമ്പുകൾ പോലെയായിത്തീർന്ന ആ കൈകൾ അമ്മ തന്റെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടോ എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല, എന്തിനെന്നും. താൻ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് അമ്മയ്ക്ക് ചോദിക്കുന്നില്ല. ഒരുപക്ഷെ അമ്മയ്ക്ക് അറിയാമായിരിക്കും താനിതാ ഉപേക്ഷിക്കപ്പെടാൻ പോവുകയാണ് എന്ന്. അത് എവിടേക്കാണ് മകനെ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നൊന്നും ആ അമ്മ ചോദിക്കുന്നില്ല. പക്ഷേ കണ്ണുകളെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. കണ്ണുകൾ അതിനൊന്നുകൂടി ഉറപ്പ്, ആ ഭാവത്തിന് ശക്തി വരുത്താൻ വേണ്ടിയാണ് കവി ആ കണ്ണുകൾ എന്ന വാക്ക് ഒന്നുകൂടി പറയുന്നത്. കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി തീർന്നു. ഉപയോഗിച്ച് പഴകുമ്പോൾ പിഞ്ഞാണപാത്രങ്ങൾ, കളിമൺപാത്രങ്ങൾ, പിഞ്ഞാണം കളിമൺപാത്രങ്ങൾ, ചൈന ക്ലേയിൽ ഉണ്ടാക്കുന്ന പാത്രങ്ങളാണ് കളിമൺപാത്രങ്ങൾ. ആ കളിമണ്ണിൽ ഉണ്ടാക്കിയ പാത്രം നല്ല വെള്ള നിറത്തിലുള്ളതായിരിക്കും. പണ്ടൊക്കെ എങ്ങനെയാണ് വെള്ള നിറത്തിലുള്ള പ്ലേറ്റുകളാണ് വീട്ടിലുണ്ടാവുക. ആ പിഞ്ഞാണ പാത്രങ്ങൾ അതെങ്ങനെയാണ്? പാളയും മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി പാടയും പിളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ട് അടച്ചു തുറന്നു. കേട്ടോ, മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി തീർന്നു. പിഞ്ഞാണത്തിന്റെ വർണ്ണമായി അതിന് ആ നല്ല വെളുത്ത നിറമുള്ള ആ പാത്രം അതിന് മങ്ങി പഴകിയതുപോലെ തീർന്ന കണ്ണുകളുടെ ശക്തി, കണ്ണുകളുടെ ചൈതന്യം മുഴുവൻ നഷ്ടപ്പെട്ടു. സൗന്ദര്യം കണ്ണ് തിളങ്ങുന്ന കണ്ണുകൾ എന്നൊക്കെ നമ്മൾ പറയും. യൗവനകാലത്ത് ആ കണ്ണുകൾക്ക് ഏറെ ചൈതന്യം ഉണ്ടാകും, ഏറെ തിളക്കമുണ്ടാകും. ഇന്നോ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ കണ്ണുകളുടെ ചൈതന്യം മുഴുവൻ നഷ്ടപ്പെട്ടു. എന്തിനു പറയുന്നു? ഉപയോഗിച്ച് പഴകിയ പിഞ്ഞാണപാത്രം പോലെ ആയിത്തീർന്നിരിക്കുന്നു ആ കണ്ണുകൾ. അങ്ങനെയുള്ള കണ്ണുകൾ പാടമൂടി വീളയും നിറഞ്ഞ്, കേട്ടോ, കണ്ണിൽ പാടമൂടി വീളയും നിറഞ്ഞ ആ കണ്ണുകൾ വളരെയേറെ കഷ്ടപ്പെട്ട് പണിപ്പെട്ട് അവർ ഇങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്നു. കണ്ണുകൾ തുറക്കാൻ കഴിയുന്നില്ല. കണ്ണുകളുടെ ശക്തി നഷ്ടപ്പെട്ടു, കണ്ണുകളുടെ ചൈതന്യം നഷ്ടപ്പെട്ടു. ശക്തിയും ചൈതന്യം നഷ്ടപ്പെട്ട് ഉപയോഗിച്ച് പഴകിപ്പോയ ഒരു പിഞ്ഞാണപാത്രത്തെ പോലെ ആയിത്തീർന്ന കണ്ണുകൾ. അമ്മയുടെ കണ്ണുകളെ കവി വർണ്ണിച്ചിരിക്കുന്നുണ്ട്. പഴകിയ പിഞ്ഞാണപാത്രം പോലെ ഉപയോഗശൂന്യമായി തീർന്ന ഒരു പിഞ്ഞാണപാത്രത്തോടാണ് അമ്മയുടെ കണ്ണുകൾ സാധിക്കപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ആ കണ്ണുകൾ നല്ല നിറമുള്ളതായിരുന്നു, നല്ല വെള്ള നിറമുള്ളതായിരുന്നു. കൂടുതൽ അത് പഴകിയ പിഞ്ഞാണപാത്രം പോലെ ആയിത്തീർന്നു. ആ കണ്ണുകളാകട്ടെ അതില് പാട കൊണ്ട് മൂടിയിരിക്കുന്നു, അതില് പീള കൊണ്ട് മൂടിയിരിക്കുന്നു. അങ്ങനെ പാടയും പീളയും മൂടിയ ആ കണ്ണുകൾ ഏറെ പണിപ്പെട്ട്, വളരെയേറെ പണിപ്പെട്ടാണ് അവരന്ന് തുറക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം ഈ വരികളിൽ ചില ഭാഗത്ത് നമുക്ക് ഓരം തിരിഞ്ഞു നീരറ്റുപറ്റി വരണ്ട നീരാതെ, കണ്ടില്ലേ? ഇവിടെയൊക്കെ ഇവിടെ കാവ്യപരമായ ചില സവിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിനകത്തുണ്ടായിരുന്നല്ലോ. കാവ്യപരമായ 2 സവിശേഷങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക എന്ന് പറഞ്ഞില്ലേ? ഇവിടെ നിങ്ങൾ നോക്ക്, കാവ്യപരമായ എന്തെങ്കിലും സവിശേഷത ഉണ്ടെന്ന് നോക്ക്. ര എന്ന അക്ഷരം ആവർത്തിച്ചിരിക്കുന്നില്ലേ? ര എന്ന അക്ഷരമൊക്കെ അവിടെ 2ാമത്തെ അക്ഷരമാണ്. നീര എന്ന് വെച്ചാൽ ആദ്യത്തേതല്ല, 2ാമത്തത്. നീരാതെ. അതുപോലെ എന്താണ്? ഓരം, ര 2ാമത്തെ അക്ഷരം. അങ്ങനെ 2ാമത്തെ അക്ഷരം ആവർത്തിക്കുമ്പോൾ ദ്വിതീയാക്ഷരപ്രാസം എന്നാണ് പറയുന്നത്. എന്താണ് ദ്വിതീയാക്ഷരപ്രാസം? ആദ്യത്തെ ആണെങ്കിൽ ആദ്യാക്ഷരപ്രാസം, അവസാനത്തെ വരെയുള്ള അക്ഷരമാണ് ആവർത്തിക്കുന്നെങ്കിൽ അന്ത്യാക്ഷരപ്രാസം എന്നാണ്. അപ്പൊ ഇവിടുത്തെ കാവ്യപരമായ സവിശേഷത ഇതാണ്, ദ്വിതീയാക്ഷരപ്രാസം. ഇനിയുണ്ട് നമുക്ക്, കേട്ടോ. അപ്പൊ അങ്ങനെ ഏറെ പണിപ്പെട്ട് തുറന്നിരിക്കുകയാണ് ആ വാഹനത്തിന്റെ പിൻസീറ്റ്. ഓക്കെ, ഇപ്പോൾ ആ അമ്മയെ കൊണ്ട് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നും എന്തിനാണ് പോകുന്നതെന്നും ആ അമ്മ മകനോട് ചോദിക്കുന്നില്ല. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ,
ആകാശഗോപുരങ്ങൾക്ക് താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ. രാത്രി തെരുവീഥികളൊക്കെ വിജനമായി തീർന്നിരിക്കുന്നു. ഒഴിഞ്ഞ തെരുവീഥിയാണ്, നിശബ്ദമായി കഴിഞ്ഞിരിക്കുന്നു. തിരക്ക് പകലാണെങ്കിൽ നഗരത്തിലെ ആ പട്ടണത്തിലെ തെരുവീഥികൾ സജീവമായിരിക്കും. ഇപ്പോൾ രാത്രിയായി കഴിഞ്ഞു. നഗരത്തിൽ ആ തെരുവീഥിയാകെ വിജനം, ആളുകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു. അവരവരുടെ പാട് നോക്കി പോയി കഴിഞ്ഞു. ആളുകൾ ഒഴിഞ്ഞു. ഇപ്പോ ആ ആകാശ ഗോപുരങ്ങൾക്ക് താഴത്ത് ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങളാണല്ലോ നഗരത്തിന്റെ പ്രത്യേകത, അല്ലെ? മാനം മുട്ടുന്ന വലിയ കെട്ടിടങ്ങൾ, ആ വാനം മുട്ടുന്ന ആകാശ ഗോപുരം പോലെ ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ ആ കെട്ടിടങ്ങൾക്ക് താഴെയുള്ള ആ തെരുവീഥികൾ നമുക്ക് നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. നാളേക്ക് വേണ്ടി, നാളെ ഉണരണമല്ലോ. നാളെയും ഇന്നത്തേതുപോലെ സജീവമാകേണ്ടതല്ലേ ഈ തെരുവീഥി. അതുകൊണ്ട് ആ തെരുവീഥികൾ ഈ പാതിരാത്രിയിൽ ഉറങ്ങാനുള്ള ശ്രമമാണ് കേട്ടോ. ആ നഗരത്തിലെ തെരുവീഥി നാളെ സജീവമാകാൻ വേണ്ടി എല്ലാ പ്രഭാതങ്ങളിലും തെരുവീഥികൾ സജീവമാകേണ്ടതുണ്ട്. നാളത്തെ പ്രഭാതത്തിൽ സജീവമാകാൻ വേണ്ടി ഇപ്പോൾ ഇതാ ഈ പാതിരാത്രിയിൽ ആ തെരുവീഥി, ആകാശ ഗോപുരങ്ങൾക്ക് താഴെയുള്ള ആ തെരുവീഥി, ആകാശമുട്ട മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങൾക്ക് താഴെയുള്ള ആ പട്ടണത്തിലെ തെരുവീഥി ഉറങ്ങാനുള്ള ശ്രമമാണ്. ഈ പെരുമാളിന്റെ ഈ വലിയ മാൾ, അല്ലെ? വലിയ ആണെന്ന് വെച്ചാൽ ഉപഭോഗ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാം അവിടെ കിട്ടും. അതാണ് ഒരിടത്ത് കയറിയാൽ തന്നെ ആ മാളുകളിൽ അറിയാലോ. ഇപ്പൊ നമുക്ക് പിന്നെ വിദേശ രാജ്യങ്ങളിലായിരുന്നു ആ സംസ്കാരം, ഉപഭോഗ സംസ്കാരത്തിന് മാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. ഇന്ത്യയിലേക്ക് എന്നല്ല, ഒടുവിൽ ഇതാ ഈ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കും. കേരളത്തിലെ നഗരങ്ങളിൽ മാത്രമായിരുന്നു മാളുകളെങ്കിൽ ഇപ്പോൾ ഇതാ നമ്മുടെ ഗ്രാമങ്ങളിലേക്കും മാളുകൾ വളരെ കയറിയിരിക്കുന്നു. കെട്ടിടങ്ങളിലിട്ട് അതിലെല്ലാം സിനിമ വരെ ഉൾപ്പെടെ, വിനോദ ഉപാധി വരെ ഉൾപ്പെടെ, ഏത് തരം സാധനങ്ങൾ വാങ്ങാം, ആഹാരം കഴിക്കാം, വിനോദത്തിന് വേണ്ടിയുള്ള ഉപാധികൾ, സിനിമാശാലകളും പിന്നെ ഭക്ഷണശാലകളും പിന്നെ തുണിക്കടകളും എന്നുവേണ്ട എല്ലാം ചേർത്തത് വലിയ മാളുകൾ. അത് നമ്മുടെ നഗരത്തിന്റെ അല്ലെങ്കിൽ ഉപഭോഗ സംസ്കാരത്തിന്റെ, നാഗരിക സംസ്കാരത്തിന്റെ പുതിയ പതിപ്പുകളാണ്. മനുഷ്യൻ ജീവിക്കാനുള്ള തരയിൽ അവനിങ്ങനെ സ്പീഡാണ്. എല്ലാം എളുപ്പത്തിൽ കൈയെടുക്കാനുള്ള അവന്റെ സ്പീഡിനുള്ളിൽ എല്ലാം എളുപ്പത്തിൽ കൈയെടുക്കണം, എല്ലാം വലിച്ചു വാരി സ്വീകരിക്കണം. ആ തിരക്കിന് വേണ്ടി ആധുനിക മനുഷ്യൻ കണ്ടെത്തിയ പുതിയ സംവിധാനങ്ങളിൽ ഒന്നാണ് ഈ മാൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പെരുമാളിന്റെ ആ വലിയ മാൾ, ആ പെരുമാളിന്റെ തൊട്ടടുത്ത് തന്നെ പെരുമാളിന്റെ എന്ന് പറയുന്നത്, പെരുമാൾ വലിയ മനുഷ്യൻ, ചക്രവർത്തി, വലിയ ആളിന്റെ എന്നുള്ള അർത്ഥത്തിലാണ്. തൊട്ടടുത്തായിട്ട് ഇറക്കിയാലെന്നോർത്ത് മകൻ ചോദിച്ചു, ഈ വലിയ പെരുമാളിന്റെ, ഈ വലിയ മാളിന്റെ തൊട്ടടുത്ത് അമ്മയെ ഉപേക്ഷിച്ചാൽ എന്തെന്ന് മകൻ ആലോചിച്ചു. അപ്പോഴേക്കാണ് പെറ്റുകിടക്കും തെരുവുപട്ടിക്കും തെരുവുറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. അപ്പോഴേക്കാണ് അവിടെ പെറ്റുകിടക്കുന്ന തെരുവ് പട്ടിയെ കണ്ടത്. ആ തെരുവട്ടിക്ക് അരികിലേക്ക് അവൻ ഇറങ്ങി ചെന്നപ്പോഴേക്കും അവൻ ഊറ്റത്തോടെ ചാടി കുരച്ചുകൊണ്ട് അവനെതിർക്ക് കുതിച്ചു വരികയാണ്. അവിടെ നമുക്ക് പെറ്റുകിടക്കുന്ന തെരുവട്ടിയാണ് ഈറ്റുപട്ടി എന്ന് പറയും, കേട്ടില്ലേ? ഈറ്റുപാമ്പ്, ഈറ്റുപുലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് പ്രസവിച്ച് കിടക്കുന്ന ഈ പാമ്പുകൾക്ക് വല്ലാത്ത പകയാണ്, പ്രസവിച്ച് കിടക്കുന്ന പട്ടികൾക്ക് വല്ലാത്ത പകയാണ്. കാരണം എന്താ, നിങ്ങളൊന്ന് സമീപിച്ച് നോക്കണം. നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് തൊട്ടടുത്ത പട്ടികളെ എവിടെയെങ്കിലും പ്രസവിച്ച് കിടക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇഷ്ടമാണ്. ആ കുഞ്ഞുങ്ങളെ എടുക്കാനെങ്ങാനും കൈതത്തടെ പോകരുത്. വിവരം അറിയും. കുഞ്ഞുങ്ങളെ എടുക്കാനെങ്ങാനും നമ്മളൊന്ന് അതിന്റെ സമീപത്തേക്ക് എടുക്കണ്ട, നമ്മൾ അതിന്റെ സമീപത്തേക്കൊന്ന് പോയാൽ മതി. അവ കുരച്ചുകൊണ്ട് വളരെ ശക്തിയോട് നമ്മുടെ നേരെ മുറുമുറുത്തോണ്ടാണ് നമ്മുടെ നേരെ വരുന്നത്. കാരണം എന്താ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം. തങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാനെങ്ങാണോ ഇവർ വരുന്നത് എന്ന് കരുതി ആ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കടന്നുകയറ്റമാണ്. ആക്രമിക്കുകയാണ്. നമ്മൾ സംരക്ഷിക്കുന്നതിന്റെ ആദ്യത്തെ ഈ യുദ്ധത്തിന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് അങ്ങോട്ട് ആക്രമിക്കലാണ്. യുദ്ധത്തിൽ ജയിക്കുന്നതിൻ്റെ ഒരു തന്ത്രം അങ്ങോട്ട് ആക്രമിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഈറ്റുപട്ടിക്ക് അങ്ങനെ ഒരു തന്ത്രം അറിയാം, തങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് ആക്രമിക്കും. ഇവിടെ മകനത അമ്മയെ ഉപേക്ഷിക്കുമ്പോൾ വേറൊരു ജന്തു, നമ്മൾ മനുഷ്യത്വം എന്നൊക്കെ പറയുമ്പോൾ അവിടെ നായത്വം എന്ന് പറയേണ്ടിയിരിക്കുന്നു.
മനസ്സിലല്ലേ? മനുഷ്യത്വം എന്ന് പറയുന്നത് അതൊരു ഇതാണ്, ഒരു വല്ലാത്തൊരു ഭാവമാണ്. അപ്പോൾ നമ്മൾ ആ മനുഷ്യത്വം എന്ന വാക്കിൽ എന്തുമാത്രം അർത്ഥ തലങ്ങളുണ്ട്, അർത്ഥവ്യാപ്തിയുണ്ടെന്നൊക്കെ നമുക്കറിയാം. ഇവിടെ നമ്മൾ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? എപ്പോഴാണ് മനുഷ്യത്വം ഉണ്ടാകുന്നത്? നന്മയിൽ, സ്നേഹത്തിൽ, കരുണയിൽ ഒക്കെ മനുഷ്യത്വത്തിന്റെ ഭാവങ്ങൾ അതൊക്കെയാണ്. കരുണ, വാത്സല്യം, സംരക്ഷണം നൽകൽ, അതിലൊക്കെയാണ്. അവിടെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയോ ആ മനുഷ്യത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെ ഉള്ളത് ആർക്കാണ്? സംരക്ഷിക്കൽ, കരുണ, വാത്സല്യം ഒക്കെ ഉള്ളത് നായക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് നായത്വം എന്ന് വേണേ പറയേണ്ടി വരുന്നത്, അല്ലെ? ആ നായ തന്റെ കുഞ്ഞുങ്ങളെ അടക്കി പിടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തനിക്കെതിരെ വന്ന ശത്രുവാണെന്ന് അവൻ സംശയിക്കുന്നു. ആ ശത്രുവിന് നേരെ ചാടി കുതിച്ച് കുരച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അവിടെ ഈ മകൻ സത്യത്തിൽ എന്താ ചെയ്യേണ്ടത്? മകൻ ദയനീയമായി ആ നായുടെ മുമ്പിൽ തലകുനിക്കേണ്ടെന്നാണ് നോക്കാൻ കേട്ടോ. അപ്പോ ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, ആകാശഗോപുരങ്ങൾക്കു താഴത്തവർ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഈ പെരുമാളിന്റെ തൊട്ടടുത്തായി തിറക്കിയാലെന്നോർത്ത് പെറ്റുകിടക്കും തെരുവുപെട്ടിക്ക് എന്തൊരുറ്റം ഉരച്ചത് ചാടി കുതിക്കുന്നു. ജില്ലാശുപത്രിക്കരികിലായി ഒരേ ഒരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി 2-3 ആളുകൾ ഉണ്ടെങ്കിലും പിന്നിലുണ്ട് കനവ്, ഒഴിവ്, കനത്തോൽ, ഇരുളിടം. പിന്നെ അപ്പൊ അവിടെ ഈ പെരുമാളിന് സമീപത്ത് ഇറക്കാൻ കഴിയില്ല. അവിടെ പട്ടി കിടക്കുകയാണ്, പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പൊ അവിടെ ഇറക്കാൻ ചെന്നപ്പോൾ പട്ടി ശക്തിയോടെ എതിർത്തു. ഇനി എവിടെ? വീണ്ടും അവൻ മുന്നോട്ട് നീങ്ങുക. അങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോൾ കണ്ടു ജില്ലാശുപത്രിക്കരികിൽ അവിടെ എപ്പോഴും ഉണർന്നിരിക്കാറുള്ള ഒരു രാക്കട, ഉറക്കച്ചടവുമായി ഒരേ ഒരു രാക്കട, നൈറ്റ് കട, തട്ടുകട. എല്ലാ ആശുപത്രിക്കും സമീപത്ത്, ഏത് ആശുപത്രി നോക്കിയാലും ആശുപത്രിക്ക് സമീപത്ത് 1-2 കടകൾ, ഉറങ്ങാത്ത, രാത്രി അടയ്ക്കാത്ത കടകളുണ്ടാവും. കാരണം രോഗികൾക്ക് എപ്പോഴാണ് ആവശ്യം എന്ന് അറിയാൻ പറ്റില്ലല്ലോ. എപ്പോഴാണ് രോഗികളെ അവിടെ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് പറയാനാവില്ലല്ലോ. ആ തന്ത്രം കണ്ടുകൊണ്ടാണ് ആളുകൾ ഇത്തരം കച്ചവടങ്ങൾ അവിടെ നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു രാക്കട, രാത്രികട, നൈറ്റ് കട, തട്ടുകട അവിടെ ഉറങ്ങാതിരിപ്പുണ്ട്. ജില്ലാ ആശുപത്രിക്കരികിലായി ഒരേ ഒരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി. അവിടെ 2-3 ആളുകളുണ്ടെങ്കിലും, അവിടെ 1-2 ആളുകളുണ്ടെങ്കിലും അതിന് പിന്നിലായി ഒഴിവ്, കനത്തോരിരുളിടം. അവിടെ ആ രാക്കടയുടെ പിറകിലായിട്ട് ഇരുള് കനത്തു തുടങ്ങിയ ഇരുട്ട് നിറഞ്ഞ ഒരു ഒഴിഞ്ഞ സ്ഥലം അവിടെ കാണുന്നുണ്ട്. എന്ത് അമ്മയെ അവിടെ ഉപേക്ഷിച്ചാൽ എന്ത് എന്ന് മകനൊന്ന് ആലോചിക്കുകയാണ്. പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞു പോയി. ജില്ലാശുപത്രിയുടെ പടികൾ കാലുകുത്തിയപ്പോൾ ആ പടികളിൽ അവൻ എന്തോ തടഞ്ഞതുപോലെ അവന് തോന്നുവിട്ടു, എന്തോ പടികളിൽ തട്ടിയതുപോലെ. പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി. പണ്ടു വലിച്ചതും അമ്മയെടുത്തുകൊണ്ട പടി ഓരോന്ന് കയറി കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിന്നിട്ട പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. അവിടെയാണ് ആശുപത്രിയിലെത്തിയപ്പോൾ പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് കിടന്നതാ, ഇതുപോലെ ഒരിക്കൽ പനിച്ചു കിടന്ന മകൻ തന്നെ എടുത്തോണ്ട് അമ്മ ഓടി പടി കടന്നതും ഒക്കെ അവൻ ഓർത്തുപോയി. പണ്ട് വലിച്ചതും അമ്മയോ എടുത്തുകൊണ്ട് ഓടി പടി ഓരോന്ന് കയറി കിതച്ചതും ഈ പടികളൊക്കെ പണ്ട് തന്നെ താങ്ങിയെടുത്തോണ്ട്, പനിച്ചു കിടന്ന തന്നെയും താങ്ങിയെടുത്തോണ്ട് അമ്മ ഒറ്റയ്ക്ക് ഈ പടി ഓരോന്ന് കയറി കിതച്ചുകൊണ്ട്, മക്കളെ എടുത്തോണ്ട് അമ്മമാരെ കിതച്ചുകൊണ്ട് ഓടിപ്പോകുന്ന ആ സംഭവം അറിയാതെ മനസ്സിലേക്ക് കടന്നുപോയെന്ന് മാത്രമല്ല, അന്നത്തെ ആ സൂചിപ്രയോഗം, ഇഞ്ചക്ഷൻ, തനിക്കെന്ന ആശുപത്രിയിൽ ചെന്നപ്പോൾ തനിക്ക് പനി പെട്ടെന്ന് മാറാൻ വേണ്ടി തനിക്കെന്ന ഇഞ്ചക്ഷനില് ആ സൂചിപ്രയോഗത്തിന്റെ ഒരു നീറ്റൽ പോലെ എന്തോ പെട്ടെന്ന് തന്റെ മനസ്സിലൂടെ കടന്നുപോയി. ആ സൂചിപ്രയോഗം നമ്മിലുണ്ടാക്കുന്ന നീറ്റലുണ്ടല്ലോ, അതുപോലൊരു നീറ്റൽ തന്റെ മനസ്സിൽ, തന്റെ ഹൃദയത്തിലുണ്ടായതുപോലെ. എന്ത് അസംബന്ധമാണ് താൻ ചെയ്യാൻ പോകുന്നത്? പണ്ട് തന്നെ താങ്ങിയെടുത്തോണ്ട് തന്നെ രക്ഷിക്കാൻ ഒഴിയുന്ന തന്റെ അമ്മയെ താനെന്ത് ഉപേക്ഷിക്കുകയാണോ എന്ന് തോന്നൽ, ഒരു വല്ലാത്തൊരു നീറ്റൽ അവന്റെ മനസ്സിന്, അവന്റെ ഹൃദയത്തിലുണ്ടായതുപോലെ അവന് തോന്നി. നമുക്ക് ഇന്ന് ഈ പാഠം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ക്ലാസ് മനസ്സിലാക്കാമല്ലോ. നന്നായിട്ട് വായിക്കണം പാഠം, ഈ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. വായിച്ചിട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
വിളിച്ച് ചോദിക്കുക. ചോദിച്ച ശേഷം അത് പരാതി അത് പരിഹരിച്ചുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ സൂചിപ്പിച്ചല്ലോ, പരീക്ഷയിൽ ചില കുട്ടികൾക്ക് തെറ്റിയത് ഒരേ ഒരു ചോദ്യം മാത്രമായിരുന്നു. നിങ്ങൾ ചില കുട്ടികൾക്ക് ആ ഒരൊറ്റ ചോദ്യം മാത്രമേ നിങ്ങൾക്ക് തെറ്റിയിട്ടുള്ളൂ, കാവ്യപരമായ സവിശേഷത. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണെങ്കിൽ പോലും നിങ്ങളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, അപ്പോൾ നമുക്കിന്ന് ഇവിടെ